ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. വനിതാ ശാക്തീകരണത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് മേഖലയ്ക്ക് കൂടുതൽ തുക ബജറ്റിൽ നീക്കിവച്ചതിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. നീറ്റ് യുജി പരീക്ഷ നിർത്തലാക്കാൻ ഒരു നിർദ്ദേശവും പരിഗണനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. ഇന്ത്യൻ അമ്പെയ്ത്ത് താരങ്ങളുടെ മത്സരം ഇന്നാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഈ ബന്ധത്തിന് വലിയ സാധ്യതകളുമുണ്ട്. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയുമായി ഇന്നലെ ഡൽഹിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങൾക്കും ആഗോളതലത്തിൽ വലിയ പ്രാമുഖ്യമുണ്ടെന്ന് പറഞ്ഞ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ആഗോള വിഷയങ്ങളിൽ ഇരു കൂട്ടരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം വിശാലമാക്കുന്നതിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ നൽകുന്ന പ്രാധാന്യത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക സുരക്ഷാ സംരംഭത്തെ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്നലെ കേന്ദ്ര ബജറ്റിനെക്കുറിച്ച് ചർച്ച നടന്നു. ജമ്മുകശ്മീരിലെ ബജറ്റും ചർച്ചയുടെ ഭാഗമായി. ബജറ്റ് സംബന്ധിച്ച ചർച്ച ഇന്നും തുടരും. ഒരു റിപ്പോർട്ട്. തൊഴിലില്ലായ്മ, പണപ്പെരുപ്പം എന്നീ വിഷയങ്ങൾ രാജ്യസഭയിൽ കോൺഗ്രസ് അംഗം പി ചിദംബരം ഉന്നയിച്ചു. അതേസമയം ബജറ്റിൽ പ്രതിപക്ഷ ഭരണമുള്ള സംസ്ഥാനങ്ങളോട് വിവേചനം കാട്ടിയെന്ന ആരോപണം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിഷേധിച്ചു. പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് മന്ത്രി രാജ്യസഭയിൽ ശൂന്യവേളയിൽ പറഞ്ഞു. സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ BJP അംഗം രാധാമോഹൻ ദാസ് അഗർവാൾ ചൂണ്ടിക്കാട്ടി. ലോക്സഭയിൽ തൊഴിലില്ലായ്മ വിഷയം ഉയർത്തിയത് കോൺഗ്രസ് അംഗം കുമാരി ഷെൽജയാണ്. സാമ്പത്തിക രംഗം കേന്ദ്ര സർക്കാർ സുതാര്യമാക്കിയെന്ന് BJP അംഗം ബിപ്ലബ് കുമാർ ദേബ് പറഞ്ഞു. സാമ്പത്തിക സർവേയിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ വളർച്ച 6.5% നിന്ന് 7% അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. നീറ്റ് യുജി പരീക്ഷ നിർത്തലാക്കാൻ ഒരു നിർദ്ദേശവും പരിഗണനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. മെഡിക്കൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ വിദ്യാഭ്യാസ വകുപ്പ് സഹമന്ത്രി സുഗന്ധ മജുംദാറാണ് ഇക്കാര്യം അറിയിച്ചത്. വനിതാ ശാക്തീകരണത്തിനും ക്ഷേമത്തിനും കേന്ദ്ര ബജറ്റിൽ 3.3 ലക്ഷം കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളതെന്ന് കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണ ദേവി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ 37.3% അധികമാണിത്. വനിതാ ശാക്തീകരണത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് ഇത് തെളിയിക്കുന്നതെന്ന് മന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വനിതാ വികസനത്തിൽ നിന്നും വനിതകളുടെ നേതൃത്വത്തിലുള്ള വികസനത്തിലേക്കാണ് സർക്കാർ നീങ്ങുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പാൽ ഉൽപാദനത്തിൽ ഇന്ത്യ ലോകത്ത് ഒന്നാമതാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ്. ആഗോള പാൽ ഉൽപാദനത്തിന്റെ 25% ഇന്ത്യയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 9 വർഷങ്ങളായി രാജ്യത്ത് പാൽ ഉൽപാദനം 6% വാർഷിക നിരക്കിലാണ് വളരുന്നത്. നിർമ്മിത ബുദ്ധി സുരക്ഷിതവും വിശ്വാസയോഗ്യവും ആണെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നുവെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക വകുപ്പ് സഹമന്ത്രി ജിതിൻ പ്രസാദ്. ഇതിനായി ചട്ടം വിജ്ഞാപനം ചെയ്തിട്ടുണ്ടെന്നും 2022-23 വർഷങ്ങളിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. റെയിൽ ബജറ്റിൽ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മൊത്തത്തിലുള്ള 2,62,000 കോടി രൂപയിൽ 1 ലക്ഷം കോടിയിലേറെ രൂപയാണ് സുരക്ഷയ്ക്കായി നീക്കിവച്ചിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 10ാം ദിവസമായ ഇന്നും തുടരും. അർജുന്റേതെന്ന് സംശയിക്കുന്ന ട്രക്കിന്റെ സൂചനകൾ ഇന്നലെ ലഭിച്ചിരുന്നു. ഗംഗാവലി നദിയിലാണ് ട്രക്ക് കണ്ടെത്തിയതെന്ന് കർണാടക റവന്യൂ മന്ത്രി സ്ഥിരീകരിച്ചു. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുമെന്ന് മന്ത്രി അറിയിച്ചെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായത് വെല്ലുവിളിയായി. ട്രക്ക് പുറത്തെടുക്കാൻ ജില്ലാ ഭരണകൂടം കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലെ പുറത്തുവന്ന 16 സ്രവ പരിശോധനാ ഫലങ്ങളും നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാവരും ലോ റിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ്. ഇതുവരെയായി ആകെ 58 സാമ്പിളുകളാണ് നെഗറ്റീവായത്. ആകെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 472 ആയിട്ടുണ്ട്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. ആകാശവാണി മുൻ ന്യൂസ് എഡിറ്റർ പി ചന്ദ്രശേഖരൻ കോഴിക്കോട് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ സർവീസിൽ നിന്ന് വിരമിച്ച അദ്ദേഹം കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ ന്യൂഡൽഹി ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദീർഘകാലം കോഴിക്കോട് ആകാശവാണിയിൽ റിപ്പോർട്ടറായിരുന്നു. തിരുവനന്തപുരം ആകാശവാണിയിലും വാർത്താവിഭാഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് കല്ലായിലെ മാനാരി ശ്മശാനത്തിൽ നടക്കും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. അതേസമയം ഇന്ത്യൻ അമ്പെയ്ത്ത് താരങ്ങളുടെ മത്സരം ഇന്ന് ആരംഭിക്കും. ദീപിക കുമാരി, അങ്കിത ഭഗത്, ഭജൻ കൌർ, ബി ധീരജ്, തരുൺദീപ് റായ്, പ്രവീൺ ജാദവ് എന്നിവർ വ്യക്തിഗത റാങ്കിംഗ് റൌണ്ടിൽ ഇന്നിറങ്ങും. ഫുട്ബോൾ, റഗ്ബി മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചിരുന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ആതിഥേയരായ ശ്രീലങ്ക തായ്ലാന്റിനെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത തായ്ലാന്റ് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്ക 11.3 ഓവറിൽ ലക്ഷ്യം കണ്ടു. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശ് മലേഷ്യയെ 114 റൺസിന് പരാജയപ്പെടുത്തി. സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ആദ്യ സെമിയിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാനെയും നേരിടും. ക്രൊയേഷ്യ ഓപ്പൺ ടെന്നീസിൽ പുരുഷന്മാരുടെ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ യുക്കി ഭാംബ്രി ഫ്രാൻസിന്റെ അൽബാനോ ഒലിവെറ്റി സഖ്യം ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെട്ടു. 4-6, 6-1, 6-10 എന്ന സ്കോറിന് ഫ്രഞ്ച് സഖ്യമാണ് യുക്കി ഭാംബ്രി അൽബാനോ ഒലിവെറ്റി സഖ്യത്തെ പരാജയപ്പെടുത്തിയത്. ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്രയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനം പകരുന്നതാണ് ഈ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 25ാമത് കാർഗിൽ വിജയ് ദിവസമായ നാളെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് പ്രതിരോധ സേനാവൃത്തങ്ങൾ അറിയിച്ചു. വനിതകളുടെ ബൈക്ക് റാലി ഉൾപ്പെടെയുള്ളവ സംഘടിപ്പിക്കും. വനിതാ ഓഫീസർമാർ, സൈനികരുടെ ഭാര്യമാർ തുടങ്ങിയവർ പങ്കെടുക്കും. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് നാളെ ഇന്ത്യാ ഗേറ്റിൽ വ്യോമസേനയിലെ 29 അഗ്നിവീർ വനിതകൾ ഡ്രിൽ അവതരിപ്പിക്കും. വ്യോമസേന ബാൻഡിന്റെ അകമ്പടിയോടെയുള്ള പ്രകടനം വീക്ഷിക്കാൻ വ്യോമസേന ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. INS ബ്രഹ്മപുത്രയിലുണ്ടായ തീപിടുത്തത്തിൽ കാണാതായ നാവികന്റെ ഭൌതിക ശരീരം കണ്ടെത്തി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠി ദുരന്തത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. അപകടമുണ്ടായ മുംബൈയിലെ നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാല സന്ദർശിച്ച് അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. INS ബ്രഹ്മപുത്ര വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നാവികസേനാ മേധാവി നിർദ്ദേശം നൽകി. കേന്ദ്ര ബജറ്റിനെ പ്രകീർത്തിച്ച് ബീഹാറിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ. ബജറ്റിൽ നാളന്ദ സർവകലാശാലയ്ക്കും രാജ്ഗീറിന്റെ വികസനത്തിനും ഗയയിലെ ടൂറിസം ഇടനാഴിക്കും നൽകിയ പരിഗണനയിൽ നാളന്ദ സർവകലാശാല ഇടക്കാല വൈസ് ചാൻസലർ പ്രൊഫസർ അഭയ് കുമാർ സിംഗ് നന്ദി പറഞ്ഞു. ബജറ്റിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ തൊഴിൽ മേഖലയെ ഉത്തേജിപ്പിക്കുമെന്ന് പട്ന സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ അജയ് കുമാർ സിംഗ് അഭിപ്രായപ്പെട്ടു. തുടർച്ചയായ 7ാം തവണയും ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ അഭിനന്ദിച്ചു. കൃഷി, ഊർജ്ജം, നൈപുണ്യ വികസനം, ഉൽപാദനം, ഗവേഷണം, വികസനം, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ സുപ്രധാന മേഖലകളെ അഭിസംബോധന ചെയ്യുന്നതാണ് കേന്ദ്ര ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ച പാർലമെന്റിൽ ഇന്നും തുടരും. വനിതാ ശാക്തീകരണത്തിന് സർക്കാർ നൽകുന്ന പ്രാധാന്യമാണ് മേഖലയ്ക്ക് കൂടുതൽ തുക ബജറ്റിൽ നീക്കിവച്ചതിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. നീറ്റ് UG പരീക്ഷ നിർത്തലാക്കാൻ ഒരു നിർദ്ദേശവും പരിഗണനയിലില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ജയശങ്കർ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഇന്നും തുടരും. പാരീസ് ഒളിമ്പിക്സിന് നാളെ ഔദ്യോഗിക തുടക്കം. ഇന്ത്യൻ അമ്പെയ്ത്ത് താരങ്ങളുടെ മത്സരം ഇന്നാരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.